ഗുരുഭ്യോ നമ. വിഘ്നേശ്വരായ നമ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ദേവീദർശന മാഹാത്മ്യ കഥകളിൽ ഇന്ന് മനസാദേവിയുടെ കഥകളാണ് സമർപ്പിക്കുന്നത്. കഥകൾ വളരെ ചുരുക്കി എല്ലാവർക്കും കേൾക്കാൻ പാകത്തിനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ തുളസീദേവിയുടെ വിവാഹത്തെ പറ്റിയാണ് പരാമർശിച്ചത്. തുളസീദേവിയുടെ മാഹാത്മ്യത്തെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ്. തുളസീദേവിയെ പറ്റി എത്ര പറഞ്ഞാലും ആ പുണ്യം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. തുളസി ദേവിയുടെ ഇലയും പൂവും കായും വളരെ പരിപാവനമായിട്ട് നമ്മൾ കണക്കാക്കുന്നുണ്ട്. തുളസിത്തറയിലെ മണ്ണ് പോലും വിശുദ്ധമാണ്. തുളസി വിറകുകൊണ്ട് ദഹിപ്പിക്കുന്നവരുടെ ആത്മാവിന് മോക്ഷപ്രാപ്തി ലഭിക്കുന്നതാണ് എന്ന് പറയുന്നുണ്ട്. കൊടിയ പാപിക്ക് പോലും ശരീരം ദഹിപ്പിക്കുന്ന സമയത്ത് ഒരു തുളസീഖണ്ഡം വിറകിനോടൊപ്പം ഉണ്ടായിരുന്നാൽ സ്വർഗത്ത് സ്ഥാനം ലഭിക്കും എന്നാണ് പറയണത്. തുളസി തീർത്ഥം തളിച്ച് അശുദ്ധ വസ്തുക്കളെ നിർമ്മലമാക്കാൻ പറ്റും. വിഷ്ണുപ്രിയയാണ് തുളസീദേവി. വിളക്ക് വയ്ക്കുമ്പോൾ ഒരു തുളസിയില കൂടി ഒപ്പം വെച്ചാൽ ഭഗവാൻ പെട്ടെന്ന് പ്രസാദിക്കും. തുളസി അരച്ച് ശരീരത്തിൽ പുരട്ടിയിട്ട് ഭഗവത് ധ്യാനം ചെയ്യുന്നവന്, അതായത് മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരാൾക്ക് 100 പൂജയുടെയും അത്ര തന്നെ ഗോദാനത്തിൻ്റെയും ഫലം കിട്ടും എന്നാണ് പറയണത്. എന്തായാലും മനസാദേവിയെ പറ്റി പറയാം. മനസാദേവി കശ്യപ പ്രജാപതിയുടെ മാനസപുത്രിയാണ്. ജരൽക്കാരു എന്നും പേരുണ്ട്. മനസ്സിൻ്റെ അധിദേവതയായതുകൊണ്ടാണ് മനസാദേവി എന്ന് പേര് വന്നത് എന്ന് കരുതപ്പെടുന്നുണ്ട്. ശ്രീകൃഷ്ണനെ നിത്യം മനസ്സിൽ ധ്യാനിച്ചിരുന്ന ആൾ എന്ന അർത്ഥത്തിലാണ് മനസാദേവി എന്ന പേര് കിട്ടിയതെന്നും ചിലർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ ദേവിക്ക് 12 പേരുകളാണുള്ളത്. ജരൽക്കാരു, ജഗൽഗൗരി, മനസ, സിദ്ധയോഗിനി, വൈഷ്ണവി, നാഗഭഗിനി, ശൈവി, നാഗേശ്വരി, ജരൽക്കാരുപ്രിയ, ആസ്തികമാത, വിഷഹാരി, മഹാജ്ഞാനവതി എന്നിങ്ങനെയാണ് ആ പേരുകൾ. അടുത്തത് മനസാദേവിയുടെ ജനനകഥയാണ്. കശ്യപന് കദ്രു എന്നും വിനത എന്നും 2 ഭാര്യമാരാണ് ഉണ്ടായിരുന്നത്. അവരിൽ കദ്രു സർപ്പങ്ങളെ പ്രസവിച്ചു. സർപ്പങ്ങൾ പെരുകിയപ്പോൾ ലോകത്ത് പല വിധത്തിലുള്ള ഉപദ്രവങ്ങളുണ്ടായി. ഒരിക്കൽ വിനത അനുജത്തിയായ കദ്രുവുമായി ഒരു പന്തയം കെട്ടി. ഉച്ചൈസ്രവസിൻ്റെ നിറമെന്താണെന്ന് വിനത കദ്രുവിനോട് ചോദിച്ചു. പാലാഴിമഥനത്തിൽ വെള്ളത്തിൽ നിന്ന് ഉയർന്നു വന്ന കുതിരയാണ് ഉച്ചൈസ്രവസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതിന് വെള്ള നിറമാണെന്ന് വിനത അഭിപ്രായപ്പെട്ടു. എന്നാൽ കുതിരയുടെ വാൽ കറുത്തതാണെന്ന് കദ്രു പറഞ്ഞു. 2 പേരും തമ്മിൽ തർക്കമായി. തർക്കത്തിൽ തോൽക്കുന്നയാൾ മറ്റേയാൾക്ക് ദാസിയാകണമെന്ന് വ്യവസ്ഥയും വെച്ചു. കദ്രു പുത്രന്മാരായ നാഗങ്ങളെ രഹസ്യമായി വിളിച്ച് ഉച്ചൈസ്രവസിൻ്റെ വാലിൽ കറുത്ത രോമങ്ങളായി തൂങ്ങിക്കിടക്കണമെന്നും പന്തയത്തിൽ ജയിക്കാൻ തന്നെ സഹായിക്കണമെന്നും അപേക്ഷിച്ചു. എന്നാൽ ചില സർപ്പങ്ങൾ ആ അപേക്ഷ തള്ളിക്കളഞ്ഞു. അവർ ജനമേജയൻ്റെ സർപ്പസത്രത്തിൽ വെന്തുമരിക്കുമെന്ന് അമ്മയായ കദ്രു ശപിച്ചു. ശാപമേറ്റതോടെ നാഗങ്ങളുടെ വിഷം ഉഗ്രമായി. അവ മറ്റു ജീവികളെ കടിച്ചാലും ഉപദ്രവമുണ്ടാകാതിരിക്കത്തക്ക വിധം ബ്രഹ്മാവ് കശ്യപന് വിഷസംഹാര വിദ്യ ഉപദേശിച്ചു കൊടുത്തു. അന്നു മുതലാണ് ലോകത്തിൽ വിഷവൈദ്യമുണ്ടായതത്രേ. അതോടൊപ്പം തന്നെ കശ്യപനും ബ്രഹ്മാവും കൂടി ആലോചിച്ച് സർപ്പങ്ങളുടെ ഉപദ്രവത്തിൽ നിന്ന് മാലോകർക്ക് മോചനം നൽകുന്നതിന് അനേകം മന്ത്രങ്ങൾ രചിച്ചു. അപ്പോഴാണ് മന്ത്രങ്ങൾക്കൊരു അധിദേവത വേണമെന്ന് ബ്രഹ്മാവ് അഭിപ്രായപ്പെട്ടത്. അതനുസരിച്ച് കശ്യപൻ മനസ്സുകൊണ്ട് മനസാദേവിയെ സൃഷ്ടിച്ചു എന്നാണ് കഥ. ഇനി അടുത്ത വീഡിയോയിൽ ദേവി തപശക്തി നേടിയ കഥ പറയാം. എല്ലാവർക്കും ആ മഹാദേവിയുടെ അനുഗ്രഹം എപ്പോഴും
ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കഥ സമർപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.